Hello, dear students. Welcome to the ninth session of current electricity. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വളരെ വിശദമായി ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് ഓൺ റെസിസ്റ്റിവിറ്റി ആൻഡ് റെസിസ്റ്റൻസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇന്ന് അതിൻ്റെ പ്രോബ്ലമൊക്കെ ചെയ്തു നമ്മൾ കഴിഞ്ഞ ദിവസം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇലക്ട്രിക്കൽ എനർജി ആൻഡ് പവർ. ഇലക്ട്രിക് എനർജി നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്, ഇലക്ട്രിക് എനർജി, ഇലക്ട്രിക് പവർ. മാത്രമല്ല ഇത് നമ്മൾ ഹൈസ്കൂളിൽ ശരിക്കും പഠിച്ചതുമാണ്. അതിൻ്റെ വിശദമായ ഒരു ഡിസ്കഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, ഒരു കണ്ടക്ടർ, ഇപ്പോൾ ഏതോ ഒരു കണ്ടക്ടർ, ആ കണ്ടക്ടറിൽ നോക്കൂ, ആ കണ്ടക്ടറിന് ഞാൻ ജസ്റ്റ് എ സെക്കൻഡ് ഞാൻ ഒരു ഇത് കാണിക്കാം. ഒരു കണ്ടക്ടർ കാണിച്ചു. ആ കണ്ടക്ടറിലൂടെ ഐ കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്. ഐ കറണ്ട് അത് ടി സമയത്തേക്ക് ഫ്ലോ ചെയ്യുന്നു. ഐ കറണ്ട് ടി സമയത്തേക്ക് ഫ്ലോ ചെയ്യുന്നു. കറണ്ട് ഫ്ലോ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അക്രോസിൽ നമ്മളൊരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് അപ്ലൈ ചെയ്യണം. വേണമല്ലോ, വേണം. അപ്പോൾ വി പൊട്ടൻഷ്യൽ ഡിഫറൻസ് നമ്മൾ അപ്ലൈ ചെയ്തു. ഇതിൻ്റെ റെസിസ്റ്റൻസ്, ഈ കണ്ടക്ടറിന് ഒരു റെസിസ്റ്റൻസ് ഉണ്ടാവും. അതിനെ ഞാൻ ക്യാപിറ്റൽ ആറിന് കൊടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ജൂൾസ് ലോ പ്രകാരം നിങ്ങൾക്കറിയാം, ഇവിടെ ഡെവലപ്പ് ചെയ്യുന്ന ഹീറ്റ് എനർജി ഇല്ലേ, പണ്ട് ഹൈസ്കൂളിൽ നമ്മൾ പഠിച്ചാൽ എച്ച് ഈസ് ഈക്വൽ ടു, നമ്മൾ എന്താ പഠിച്ചത്, എച്ച് ഈസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ടി. അതായത് ടി സമയത്തേക്ക് ഐ കറണ്ട് 6 റെസിസ്റ്റൻസ് ഉള്ള കണ്ടക്ടറിലൂടെ ഫ്ലോ ചെയ്താൽ അവിടെ ഡെവലപ്പ് ചെയ്യുന്ന ഹീറ്റ് എനർജി എന്താണ്, എച്ച് ഈസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ടി. ഇനി ഇതിൽ നിന്ന് തന്നെ നമുക്ക് മാറ്റി നമുക്ക് ഇതിനെ എഴുതാം. കാരണം ഐ എന്ന് പറഞ്ഞാൽ ആരാ, വി ബൈ ആർ ആണ്. ഐ എന്ന് പറഞ്ഞാൽ ആരാ അല്ലേ, ഓംസ് ലോ പ്രകാരം ഐ ഈസ് ഈക്വൽ ടു വി ഡിവൈഡഡ് ബൈ ആർ. അപ്പോൾ ഇതിന് നമുക്ക് വി സ്ക്വയർ ബൈ ആർ സ്ക്വയർ ഇൻറ്റു ആർ, അപ്പോൾ ഒരു ആറ് ക്യാൻസൽ ചെയ്യും. അപ്പോൾ വി സ്ക്വയർ ബൈ ആർ ഇൻറ്റു ടി കൊടുക്കാം. ആൾസോ ആർ എന്ന് പറഞ്ഞാൽ ആരാണ്, വി ബൈ ഐ ആ. ആർ എന്ന് പറഞ്ഞാൽ വി ബൈ ഐ. ആർ ഈസ് ഈക്വൽ ടു വി ബൈ ഐ. അപ്പോൾ ആറിലോട്ട് വി ബൈ ഐ ഇട്ട് കഴിഞ്ഞാൽ ഐ ക്യാൻസൽ ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് എന്ത് എഴുതാം, വി ഐ ടി എന്നും നിങ്ങൾക്ക് ഇക്വേഷൻ എഴുതാം. ഇത് ഹീറ്റ് എനർജിയാണ്. അതായത് ഇലക്ട്രിക്കൽ എനർജി കംപ്ലീറ്റ് ഇവിടെ എന്തായിട്ടാണ് കൺവേർട്ട് ചെയ്ത്, ഹീറ്റ് എനർജി ആയിട്ട്. അപ്പോൾ അതിൻ്റെ ഇക്വേഷനാണ് ഇപ്പോൾ നമ്മൾ എഴുതി എച്ചിൻ്റെ ഫോമിൽ. അല്ലെങ്കിൽ ഇതേ സാധനം തന്നെയാണ് നമ്മൾ ഡബ്ല്യു ആയിട്ട് എഴുതിയ, വർക്ക് ഡൺ ആയിട്ട് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യും. ഇത് തന്നെയാണ് ഇവിടുത്തെ ടോട്ടൽ വർക്ക് ഡൺ. ഡബ്ല്യു ഈസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ടി ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ ഇൻറ്റു ടി ഈക്വൽ ടു വി ഐ ടി. നോർമലി ഇതെന്തായിട്ടാണ് കൺവേർട്ട് ചെയ്യപ്പെടുക, ഹീറ്റ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നു എന്നുള്ളതിലാണ് നമ്മൾ എച്ച്, അതാണ് ജൂൾസ് ലോ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഇലക്ട്രിക്കൽ എനർജിയുടെ ഇക്വേഷൻ. ഇതാണ് നമുക്കതിനെ ഡിഫൈൻ ചെയ്യാം. അതവിടെ നിൽക്കട്ടെ. ഇനി പണ്ട് മുതലേ നമ്മൾ പഠിച്ചതാണ് പവർ എന്ന് പറഞ്ഞാൽ ആരാണ്, റേറ്റ് ഓഫ് വർക്ക് ഡൺ അല്ലേ പവർ, അല്ലേ, റേറ്റ് ഓഫ് വർക്ക് ഡൺ ആണ് പവർ. അങ്ങനെയാണെങ്കിൽ പവറിൻ്റെ ഇക്വേഷൻ നമുക്ക് എന്ത് എഴുതാം, ആ ടി ഒഴിവാക്കിയ പോലെ. അപ്പോൾ ഐ സ്ക്വയർ ആർ ഈക്വൽ ടു വി സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ ഈക്വൽ ടു വി ഐ എന്ന് നമുക്ക് പവറിന് എഴുതാം. ഇനി നോക്കൂ, ഇവിടെ ഹീറ്റ് എനർജി, പവർ എനർജിയുടെ യൂണിറ്റ് എന്താണ്, എനർജിയുടെ യൂണിറ്റ് ജൂൾ അല്ലേ, ജൂളാണ്. അപ്പോൾ പവറിൻ്റെ യൂണിറ്റോ, പവറിൻ്റെ യൂണിറ്റ് നോക്കൂ, ജൂൾ പെർ സെക്കൻഡ്. ഈ ജൂൾ പെർ സെക്കൻഡിനെ നമ്മൾ വിളിക്കുന്ന ഓമന പേരാണെന്ത്, വാട്ട്. WATT. അങ്ങനെ ഫുള്ളായിട്ട് എഴുതുമ്പോൾ ഫസ്റ്റ് ലെറ്റർ ഡബ്ല്യു സ്മോൾ ലെറ്റർ ആയിരിക്കണം. എന്നാൽ സിമ്പിൾ ഇടുമ്പോൾ അത് ഡബ്ല്യു എന്താണ്, ക്യാപിറ്റൽ ഡബ്ല്യു ആവണം. അപ്പോൾ ജൂൾ പെർ സെക്കൻഡ്. 1 വാട്ട് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ജൂൾ ഡിവൈഡഡ് ബൈ 1 സെക്കൻഡ്. 1 വാട്ട് ഈസ് ഈക്വൽ ടു 1 ജൂൾ ഡിവൈഡഡ് ബൈ 1 സെക്കൻഡ്. മനസ്സിലായോ? ഇത്രയും ഓക്കെ അല്ലേ? യെസ്. ഇനി പലപ്പോഴും പല കുട്ടികളും ചോദിക്കുന്ന പല ഡൗട്ടുണ്ട്, സാർ ഈ ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ പി പ്രപ്പോർഷണൽ ടു ആർ അല്ലേ, പക്ഷേ ഈ ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ പി പ്രപ്പോർഷണൽ ടു 1/r അല്ലേ, അപ്പോൾ ഇതിൽ ഏതാ ശരി നോക്കി, ഏതാ ശരി എന്നുള്ളതൊക്കെ പലരും ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. ഇപ്പോൾ ഒരു 3 വീക്സ് ബാക്ക്, 3 വീക്സ് ആയിട്ടുണ്ടാവുമെന്ന് തോന്നുന്നത്, ഒരു 10th ഒരു ടീച്ചർ എന്നെ വിളിച്ചിട്ട് ഇതേ ചോദ്യം ചോദിച്ചാണ്. കാരണം 10th സിലബസിലുണ്ട്, 10th ഇതേ സാധനം പഠിപ്പിക്കാണ്ട്, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും.
അപ്പോൾ ഇതിങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത് ഏതാ ശരിയെന്ന് ചോദിച്ചിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ തൽക്കാലം നിങ്ങളിത് മനസ്സിലാക്കി വെക്കൂ, നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ പി പ്രൊപ്പോർഷണൽ പി ഈസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ ഈക്വൽ ടു വി ഐ. ഇനി നമുക്ക് ഇവിടെ ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടെ സംസാരിക്കാം. ഇവിടെ ജൂള് എന്ന് നമ്മൾ പറഞ്ഞു. ഇതിന് ജൂളല്ലാതെ ഇലക്ട്രിക്കൽ എനർജിക്ക് ജൂളല്ലാത്ത യൂണിറ്റ് ഉണ്ട്. ആ യൂണിറ്റിലേക്ക് നമുക്ക് വരാം. ഇത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ സംസാരിച്ചിട്ടുള്ളത്. ഇതിലാർക്കും കൺഫ്യൂഷനൊന്നും ഇല്ലാന്ന് കരുതുന്നു. ഇനി നമുക്ക് അതിനൊന്ന് ഡിഫൈൻ ചെയ്യാം. ഒരു ഡെഫിനേഷനായിട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ എന്താ പറയുക, ഇലക്ട്രിക്കൽ എനർജിനെ പറഞ്ഞാൽ ദ ടോട്ടൽ വർക്ക് ഡൺ ബൈ ദ സോഴ്സ് ഓഫ് ഇ എം എഫ് in maintaining an electric current in the circuit for a given time is called electrical energy consumed in the circuit. നമ്മളുടെ ഒരു ഡെഫിനേഷൻ ഒന്നും ചോദിക്കാൻ പോകുന്നില്ല, പക്ഷേ എന്നാലും നമ്മൾ മനസ്സിലാക്കി വെക്കണം. ദ ടോട്ടൽ വർക്ക് ഡൺ ബൈ ദ സോഴ്സ് ഓഫ് ഇ എം എഫ്, ബാറ്ററി അല്ലെങ്കിൽ സെല്ല്, അതാണ് ഉദ്ദേശിച്ചത്. ഇ എം എഫിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇനി പറയാൻ പോകുന്നുള്ളൂ. ഇൻ മെയിൻറ്റെയിനിങ് ആൻ ഇലക്ട്രിക് കറന്റ് ഇൻ ദ സർക്യൂട്ട് ഫോർ എ ഗിവൺ ടൈം ഈസ് കോൾഡ് ഇലക്ട്രിക്കൽ എനർജി. ആ റേറ്റ് ഓഫ് കൺസംഷൻ ആണ് എന്ത് വിളിക്കുന്നത്, ഇലക്ട്രിക് പവർ. ഇലക്ട്രിക് പവർ ഈസ് ദ പവർ ഓഫ് എൻ ഇലക്ട്രിക്കൽ ഡിവൈസ് ഈസ് ദ റേറ്റ് അറ്റ് വിച്ച്, അതാണല്ലോ W/T, റേറ്റ് എന്ന് പറഞ്ഞാൽ ബൈ ടൈം എന്നാണ്. അറ്റ് വിച്ച് ദ വർക്ക് ഈസ് ഡൺ ഇൻ മെയിൻറ്റെയിനിങ് എ കറന്റ് in the device or the rate at which electrical energy is converted into other forms of energy in the device. ഒന്നുമില്ല, ജസ്റ്റ് ആ പറഞ്ഞതിന് നമ്മൾ സെൻറ്റൻസ് ആക്കി അവിടെ കാണിച്ചത് മാത്രം. ഇനി നോക്കൂ, ഈ കാര്യങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ നേരത്തെ ഇക്വേഷനൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി. ആ ഇക്വേഷൻ്റെ ചില ഇമ്പോർട്ടൻസ് ആണ് ഞാൻ അടുത്ത് സംസാരിക്കാൻ പോണത്. അത് നോക്കും, ഇവിടെ നോക്ക്, ഈ പോയിന്റ് ഞാൻ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇവിടെ നോക്കിയിട്ട് തന്നെ പറയാം. നിങ്ങൾക്ക് കൺഫ്യൂഷൻ കുറക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കാര്യങ്ങൾ ഞാൻ ഓൾറെഡി ഇവിടെ ടൈപ്പ് ചെയ്ത് വെച്ചത്. ടെക്സ്റ്റ് ബുക്കിൽ പ്രത്യേകം പറഞ്ഞൊരു പോയിന്റ് ആയതുകൊണ്ട് നമുക്ക് ചെറിയൊരു ധാരണയെങ്കിലും ഈ ഭാഗത്ത് നമുക്ക് കിട്ടേണ്ടതുണ്ട്. ഇവിടെ നിങ്ങൾ കാണുന്നില്ല, എനിക്ക് മനസ്സിലായിട്ടുണ്ട്. നോക്കാം, അവിടെ എത്തുമ്പോൾ പറയാം. നോക്കൂ, ദിസ് ഇക്വേഷൻ P is equal to I square R equal to V square by R has an important application in power transmission. എന്ന് വെച്ചാൽ പവർ സ്റ്റേഷനിലെ പിന്നെ ഇപ്പോൾ ഇടുക്കി എന്നൊക്കെ നമുക്ക് ഇലക്ട്രിക് എനർജി ഇങ്ങോട്ട് സെൻഡ് ചെയ്യുന്ന കൊടുത്ത് ആ ഇക്വേഷന് ഭയങ്കര പ്രസക്തി ഉണ്ട് എന്നാണ് പറഞ്ഞത്. എന്താ പ്രസക്തി നോക്കാം. ഇലക്ട്രിക് പവർ ട്രാൻസ്മിറ്റഡ് ഫ്രം പവർ സ്റ്റേഷൻസ് ടു ഹോംസ് ആൻഡ് ഫാക്ടറീസ് വൈ ട്രാൻസ്മിഷൻ കേബിൾസ്, അല്ലേ? നമ്മൾ അടുത്തടുത്തുള്ള പവർ സ്റ്റേഷനൊക്കെ നമുക്കറിയാം. അപ്പോൾ നല്ല നമ്മുടെ അടുത്ത് നമ്മളെ കീഴ്ശ്ശേരി ഇവിടെയൊക്കെ പവർ സ്റ്റേഷൻ ഉണ്ടല്ലോ, അവിടെ നിന്നൊക്കെ നമ്മൾ വീട്ടിലേക്ക് വരുന്നത് ഈ കേബിൾ വഴിയാണ് നമുക്ക് ഇത് വരുന്നത്. എന്നിട്ട് പറഞ്ഞാൽ നമുക്ക് കൺസിഡർ എ ഡിവൈസ് ഓഫ് റെസിസ്റ്റൻസ് ആർ. ഇപ്പോൾ നമ്മുടെ വീട്ടിലൊരു ഡിവൈസാണെന്ന് വിചാരിച്ചു. അപ്പോൾ മിക്സിയോ അല്ലെങ്കിൽ പിന്നെ ടെലിവിഷനോ സംതിങ്, അതിൻ്റെ റെസിസ്റ്റൻസ് ആറും അത് വർക്ക് ചെയ്യണമെങ്കിൽ അതിലേക്ക് നമ്മൾ പി പവർ കൊടുക്കണം. മനസ്സിലായല്ലോ? ഓക്കെ. ഇനി അതിലേക്ക് കറണ്ട് വരുന്ന കേബിളിൻ്റെ റെസിസ്റ്റൻസ് ആണ് RC, കേബിൾ റെസിസ്റ്റൻസ് RC. ഇതാണ് അവസ്ഥ. അപ്പോൾ നമുക്ക് നമ്മുടെ ഡിവൈസിൻ്റെ റെസിസ്റ്റൻസ് R, അതിന് പി പവറാണ് ഡെലിവറി ചെയ്യുന്നത്. അത് വരുന്നത്, കറണ്ട് വരുന്നത് ഈ കേബിൾ വഴിയാണ്. ആ കേബിളിൻ്റെ റെസിസ്റ്റൻസ് RC. നമ്മൾ പറയുന്നത് ഇഫ് V ഈസ് ദ വോൾട്ടേജ് അക്രോസ് R, അതായത് നമ്മുടെ ഡിവൈസിൻ്റെ അക്രോസിൽ V വോൾട്ടേജ് കൊടുത്താൽ, ആൻഡ് I ഈസ് ദ കറണ്ട് ത്രൂ ഇറ്റ്, അതിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട് ആയി. അപ്പോൾ അതിൻ്റെ ശരിക്കും അതിന് വരുന്ന പവർ എത്രയാണ്? P = VI ആണ്, ഓർ I = P/V ആണ്. ഫൈനലി I = P/V കിട്ടും. ഓക്കെ, അവിടെ നിൽക്കട്ടെ, സിമ്പിൾ കാര്യം. ഇനി പവർ ഡെസിപ്പേറ്റഡ് ഇൻ ദ കണക്റ്റിംഗ് വയേഴ്സ് വിച്ച് ഈസ് വേസ്റ്റഡ് ആസ് PC. അതായത് ഈ കറണ്ട് നമ്മളിലേക്ക് വരുന്ന ഈ കേബിൾ വഴി വരുന്ന സമയത്ത് കേബിളിൽ നഷ്ടപ്പെടുന്ന പവറിനെ പറ്റിയാണ് പറഞ്ഞത്. PC = I² RC. അതിലൂടെ വരുന്ന കറണ്ട് ഇൻറ്റു കേബിൾ റെസിസ്റ്റൻസ്. ഈ I എന്ന് പറയുന്നത് നേരത്തെ നമ്മുടെ ഇവിടുത്തെ I തന്നെ, ദ സെയിം കറണ്ട്. ഓക്കെ, അപ്പോൾ നോക്കൂ, ദാറ്റ് ഈസ് ഈക്വൽ ടു P² ബൈ V² ഇൻറ്റു RC. ഇതാണ് നമുക്ക് ഫൈനലി നമുക്ക് കിട്ടിയ സാധനം. എന്തിനാണ് നമ്മൾ ഇതൊക്കെ സംസാരിച്ചതെന്നറിയോ? ഇത് നമ്മൾ സംസാരിച്ച് കുറച്ച് വളരെ ശ്രദ്ധയോടുകൂടി വീണ്ടും കേട്ട് മനസ്സിലാക്കിയാൽ മാത്രം മനസ്സിലാവുന്ന ഒരു കാര്യമാണ് പറയുന്നത്. വലിയ സാധനമൊന്നും നല്ലതാണ്. ഇനി പറയാൻ പോകുന്ന പോയിന്റിലേക്ക് ഉള്ള സപ്പോർട്ടിംഗ് ആയിട്ടാണ് നമ്മൾ ഇതുവരെ നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇനി നോക്കൂ, ടു ഡ്രൈവ് എ ഡിവൈസ് ഓഫ് പവർ P. അപ്പോൾ നമ്മളെ വീട്ടിലുള്ള ടെലിവിഷൻ വർക്ക് ചെയ്യണമെങ്കിൽ അതിന് പവർ P, അതിൻ്റെ വർക്കിംഗ് ചെയ്യുന്ന പവർ, ആ പവർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു ബൾബാണെങ്കിൽ, ഒരു ബൾബിൻ്റെ കേസിൽ നമുക്കറിയാം. ഇപ്പോൾ ബൾബിൻ്റെ ഒക്കെ മുകളിൽ നമ്മൾ പഴയ ഇൻകാൻഡസെൻ്റ് ബൾബിൻ്റെ മുകളിൽ എഴുതിയ കണ്ടില്ലേ, 25 വാട്ട് 220 വോൾട്ട് എന്നൊക്കെ. ഈ 25 വാട്ട് എന്ന് പറഞ്ഞാൽ എന്താ? അതാണ് ഈ P. അതിൻ്റെ മുകളിൽ ആ ഡിവൈസിൻ്റെ മുകളിൽ ഒരു പവർ നോട്ട് ചെയ്തിട്ടുണ്ടാവും.
ആ പവർ, ഞാൻ പവറിനെ കുറിച്ചാണ് നമ്മൾ ഇനി സംസാരിക്കാൻ പോകുന്നത്, ഇന്ന് തന്നെ ഇപ്പോൾ പറയും. അപ്പോൾ അങ്ങനത്തെ ഒരു ഡിവൈസ് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ ദ പവർ വേസ്റ്റഡ് ഇൻ ദ കണക്റ്റിംഗ് വയേഴ്സ് എന്നാണ്. അവിടെ ഞാൻ പറയാം, കണക്റ്റിംഗ് വയേഴ്സ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വി സ്ക്വയർ എന്നാണ് കേട്ടോ. അവിടെ ഇൻവേഴ്സ്ലി ആണ്, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വി സ്ക്വയർ. കാരണം അതവിടെ അത് കേബിളിൽ നഷ്ടപ്പെടുന്ന പവർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വി സ്ക്വയർ ആണ്. കേബിളിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിലേക്ക് വരുന്ന ലൈനിൽ നമുക്ക് നഷ്ടപ്പെടുന്ന പവറിൻ്റെ ഇക്വേഷൻ അത്. നഷ്ടപ്പെടുന്ന പവർ കുറയ്ക്കല്ലേ വേണ്ടത്, കുറക്കണം. അത് കുറയ്ക്കണമെങ്കിൽ നമ്മൾ ശരിക്കും എന്ത് ചെയ്യണം, ഹൈ വോൾട്ടേജ് കൂട്ടിക്കഴിഞ്ഞാൽ ഈ പവർ കുറയുന്ന പറഞ്ഞത്. പക്ഷേ വോൾട്ടേജ് കണക്കിലേറെ കൂട്ടാൻ പറ്റില്ല. കൂട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പിന്നെ 220 വോൾട്ടിൽ വർക്ക് ചെയ്യുന്ന നമ്മുടെ വീട്ടിലെ ഡിവൈസിൽ അതിൽ ഏറെ കൊടുത്താൽ വർക്ക് ചെയ്യില്ല. എന്ന് വെച്ചാൽ അത് അപ്പോൾ തന്നെ ഡാമേജ് ആയി പോകും. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് കേബിളിലുള്ള നഷ്ടപ്പെടുന്ന പവർ കുറക്കണമെങ്കിൽ നമ്മൾ ഹൈ വോൾട്ടേജിൽ വേണം അവിടുന്ന് സെൻഡ് ചെയ്യാൻ. അതാണ് സൂചിപ്പിച്ചത്. അപ്പോൾ എന്താണ് that means the power is delivered to the consumer end. ഓക്കെ ഉദ്ദേശിച്ചത്രയുള്ളൂ കേട്ടോ. ഇവിടെ എന്ന് വെച്ചാൽ ലെസ്സർ എന്നാണ്. അതായത് പിന്നെ പവർ ലോസ് കുറക്കണമെങ്കിൽ the power is delivered at the consumer and lesser will be the okay. അതായത് പിന്നെ നമുക്ക് നല്ല പവർ കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം, നമുക്ക് ലോസ് കുറക്കണം എന്ന്. അത് ദ ലെസ്സർ വിൽ ബി ദ ലൈൻ ലോസസ് എന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ലെസ്സർ എന്നാണ് കേട്ടോ ഇവിടെ ഉദ്ദേശിച്ചത്, ലെസ്സർ എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് നിങ്ങൾ ഇത് തൽക്കാലം ഇത് വായിച്ച് കൺഫ്യൂഷൻ ആയാലേ ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക. അതായത് ഒന്നുകൂടെ പറയാം, ലൈനിൽ നമുക്ക് പവർ ലോസ് കുറക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഹൈ വോൾട്ടേജിൽ വേണം സെൻഡ് ചെയ്യാൻ. പക്ഷേ ഹൈ വോൾട്ടേജിൽ സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ പ്രശ്നം ഉണ്ടാവുക, സെൻഡ് ചെയ്താലല്ല, ഹൈ വോൾട്ടേജ് നമ്മളെ ഡിവൈസിന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ ഡിവൈസ് ഡാമേജ് ആവും. കാരണം നമ്മളെ ഡിവൈസൊക്കെ നോർമലി 220 വോൾട്ട് 230 വോൾട്ടിലാണ് വർക്ക് ചെയ്യുക. അപ്പോൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ലൈനിൽ ഹൈ വോൾട്ടേജിലാണ് വരിക. ഡിസ്റ്റൻറ്റ് പവർ സ്റ്റേഷനിൽ നമ്മുടെ വീട്ടിലേക്ക് വരുന്നത് ശരിക്കും ഹൈ വോൾട്ടേജിലാണ്. ആ ഹൈ വോൾട്ടേജിൽ വന്നാൽ മാത്രമേ ലൈനിലെ പവർ ലോസ് നമുക്ക് കുറക്കാൻ പറ്റുള്ളൂ. ഇതാണ് പോയിന്റ്. എന്നിട്ട് ആ ലൈൻ വോൾട്ടേജ് ഇവിടെ കൊടുക്കാൻ പറ്റില്ലല്ലോ. അതിനാണ് നമ്മളെ വീടിൻ്റെ അടുത്തോ അല്ലെങ്കിൽ നമ്മളെ ലൊക്കാലിറ്റിയിൽ ഒരു ട്രാൻസ്ഫോമർ ഉണ്ടാവും. ആ ട്രാൻസ്ഫോമറാണ് ഈ ഹൈ വോൾട്ടേജിനെ ലെസ്സർ വോൾട്ടേജിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് ലാസ്റ്റ് നമ്മളെ വീട്ടിലേക്ക് വരുന്നത് വോൾട്ടേജ് അത് 220 വോൾട്ട് ആയിരിക്കും. ആ പിന്നെ ട്രാൻസ്ഫോമർ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവുക. എല്ലാ ട്രാൻസ്ഫോമറും ഹൈ വോൾട്ടേജ് അല്ല തരിക. അപ്പോൾ ഓരോന്നിൻ്റെയും ട്രാൻസ്ഫോമറിൻ്റെ മുകളിൽ നിങ്ങൾ കണ്ടില്ലേ, 110 kV, 11 kV, 230 V. അപ്പോൾ ലാസ്റ്റ് നമുക്ക് വരുന്നത് 230 V വരിക. പക്ഷെ അതുവരെ വരുന്ന ലൈനിൽ വന്ന് നേരിട്ട് എടുക്കാൻ പറ്റില്ല. കാരണം അത് ഹൈ വോൾട്ടേജിലാണ് സെൻഡ് ചെയ്യുക, എന്നാലേ പവർ ലോസ് കുറയുള്ളൂ. അപ്പോൾ പവർ ലോസ് കുറയണമെങ്കിൽ വോൾട്ടേജ് കൂട്ടണം എന്നുള്ള പോയിന്റാണ് ഇപ്പോൾ ഞാൻ ഇതുവരെ സംസാരിച്ചത് കേട്ടോ. അപ്പോൾ ഭയങ്കര കൺഫ്യൂഷനൊന്നും വേണ്ട. കൂടുതൽ മനസ്സിലാവാൻ പ്രയാസമുള്ള ആൾക്കാർ ഇത്ര മനസ്സിലാക്കിയാൽ മതി. ഞാൻ ഇനി പറയുന്ന കാര്യം മിനിമം എല്ലാവർക്കും മനസ്സിലാവണം. ഇതൊന്നുകൂടെ പറയാം. വളരെ ദൂരെയുള്ള പവർ സ്റ്റേഷനിൽ നമ്മുടെ വീട്ടിൻ്റെ അടുത്തേക്കുള്ള ട്രാൻസ്ഫോമറിലേക്ക് കറണ്ട് വരുന്ന സമയത്ത് കേബിൾ വഴി എന്ന് വെച്ചാൽ അതിൻ്റെ ലൈൻ ട്രാൻസ്മിഷൻ കേബിളിൽ ഒരുപാട് പവർ നഷ്ടപ്പെടുന്നുണ്ട്. ആ നഷ്ടപ്പെടുന്ന പവർ റെഡ്യൂസ് ചെയ്യാനുള്ള ടെക്നിക്ക് എന്താണ്, അത് കറണ്ട് അവിടുന്ന് ഹൈ വോൾട്ടേജിൽ സെൻഡ് ചെയ്യാം. നിങ്ങൾ പല ട്രാൻസ്ഫോമറിൽ കണ്ടിട്ടുണ്ടാവും, പല അല്ലെങ്കിൽ പവർ സ്റ്റേഷൻ്റെ അവിടെ കണ്ടിട്ടുണ്ടാവും, ഇത്ര വോൾട്ട് എഴുതിയിട്ടുണ്ടാവും, KV എന്ന് എഴുതിയിട്ടുണ്ടാവും, കിലോ വോൾട്ട് എന്ന്. ആ കിലോ വോൾട്ട് ഒരിക്കലും നമുക്ക് ഉപയോഗിക്കാൻ കഴിയില്ല. ആ കിലോ വോൾട്ടിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മളത് ഫുള്ള് ഡാമേജ് ആയി പോകും. നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ 220 230 വോൾട്ടേ പറ്റുള്ളൂ. പിന്നെ എന്തിനാണ് ഈ ഹൈ വോൾട്ടേജിൽ ഇതിനെ സെൻഡ് ചെയ്തത് എന്നുള്ളതിൻ്റെ ആൻസറാണ് പറയുന്നത്. ഹൈ വോൾട്ടേജ്, അതാണ് ഈ ഇക്വേഷൻ കേട്ടോ. വോൾട്ടേജ് കൂട്ടിക്കഴിഞ്ഞാൽ പവർ ലോസ് കുറക്കാം. അതിനാണ് ഈ ഹൈ വോൾട്ടേജിൽ സെൻഡ് ചെയ്യുന്നത്. എന്നിട്ട് എന്താ ചെയ്യുക, നമ്മൾ വീട്ടിൻ്റെ അടുത്തേക്ക് എത്തുമ്പോൾ അവിടെ അടുത്തുള്ള ട്രാൻസ്ഫോമറിൽ ഇതിനെ റെഡ്യൂസ് ചെയ്ത് 230 വോൾട്ടിലാണ് നമുക്ക് തരുന്നത്. മനസ്സിലായോ? ഇത്ര ഉള്ളു പോയിന്റ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഹൈ വോൾട്ടേജിൽ ഡിസ്റ്റൻറ്റ് പവർ സ്റ്റേഷനിൽ കറണ്ട് സെൻഡ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്താ പറയേണ്ടത്, ഇൻ ഓർഡർ ടു റെഡ്യൂസ്
പവർ ലോസ് ഇൻ ട്രാൻസ്മിഷൻ കേബിൾസ്. അതേതാ ഇക്വേഷൻ? അതാണ് പി സി ഇസ് ഈക്വൽ ടു പി സ്ക്വയർ ബൈ വി സ്ക്വയർ ഇൻറ്റു ആർ സി എന്ന ഇക്വേഷൻ വെച്ചിട്ടാണ് പറയേണ്ടത്. ഓക്കെ, ഞാൻ ലാസ്റ്റ് പറഞ്ഞിട്ടുണ്ടല്ലോ, ആ പോയിന്റ് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കി നോക്കുക. അതിൻ്റെ ഡീറ്റെയിൽ കാൽക്കുലേഷൻ നിങ്ങളെ കാണിച്ചെന്നുള്ളൂ, ഒന്ന് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ഓക്കെ, അടുത്തത് എ കൊമേഴ്ഷ്യൽ യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് എനർജി ഈസ് കിലോ വാട്ട് അവർ. കേട്ടിട്ടുണ്ടാവും നിങ്ങൾ അല്ലേ, കിലോ വാട്ട് അവർ. ഇത് ഇലക്ട്രിക്കൽ എനർജിയുടെ യൂണിറ്റ് ആണ്, പവറിൻ്റെ അല്ല. കിലോ വാട്ട് അവർ, KWH. കിലോ എന്ന് പറഞ്ഞാൽ 1000, വാട്ട് എന്ന് പറഞ്ഞാൽ ജൂൾ പെർ സെക്കൻഡ്, അവർ എന്ന് പറഞ്ഞാൽ 3600 സെക്കൻഡ്. അതാണ് ഇവിടെ കൊടുത്തത്, കിലോ 1000 ജൂൾ പെർ സെക്കൻഡ്. ഓക്കെ, അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ കിട്ടുക? 1 കിലോ വാട്ട് അവർ ഈസ് ഈക്വൽ ടു 3.6 ഇൻറ്റു 10⁻⁶ ജൂൾ എന്ന് കിട്ടും. മനസ്സിലായല്ലോ? റിലേഷൻ ബൈ ഹാർട്ട് ആക്കണം. ഇനി നമ്മൾ ഇതിനെ വിളിക്കുന്ന വേറെ പേരാണ് ബോർഡ് ഓഫ് ട്രേഡ് യൂണിറ്റ് ഓർ BOT, ഓർ സിംപ്ലി യൂണിറ്റ് എന്ന് വിളിക്കും. നമ്മുടെ വീട്ടിലൊക്കെ ഇത്ര കറണ്ട് ചിലവായി നമ്മൾ പറയില്ലേ, ഇത്ര യൂണിറ്റ്, ആ യൂണിറ്റ് എന്ന് പറഞ്ഞാണ് 1 കിലോ വാട്ട് അവർ എന്ന് പറഞ്ഞത്. യൂണിറ്റ് കറണ്ടിന് എത്ര പൈസ കൂടി, അല്ലെങ്കിൽ ഇത്ര യൂണിറ്റ് കറണ്ട് കൺസ്യൂം ചെയ്തിട്ടുണ്ട് എന്നൊക്കെ നമ്മൾ സംസാരിക്കാറുണ്ട്. അതാണ് കിലോ വാട്ട് അവർ. 1 കിലോ വാട്ട് അവർ. പിന്നെ സംശയമൊന്നും വേണ്ട, ഇക്വേഷന് 3.6 ഇൻറ്റു 10⁻⁶ ജൂൾ ഓർമ്മയില്ലെങ്കിൽ നോ പ്രോബ്ലം. കിലോ പറഞ്ഞാൽ 1000, വാട്ട് എന്ന് പറഞ്ഞാൽ ജൂൾ പെർ സെക്കൻഡ്, അവർ പറഞ്ഞാൽ 3600 സെക്കൻഡ്. സെക്കൻഡ് നമുക്ക് ക്യാൻസൽ ചെയ്തിട്ട് നമുക്ക് ആ റിലേഷനിലേക്ക് നമുക്ക് എത്താൻ കഴിയും. ഇനി നോക്കൂ, ഇതിൽ ഞാൻ ഈ പറയുന്ന ഈ ഒരു എക്സാമ്പിൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാൻ ബൾബിൻ്റെ എക്സാമ്പിൾ ആയിട്ടാണ് ഞാൻ ഇവിടെ സംസാരിക്കുന്നത്. ബൾബിൻ്റെ എക്സാമ്പിൾ ആയിട്ടാണ് സംസാരിക്കുന്നത്. പക്ഷേ ബൾബിന് മാത്രമല്ല, ഇത് ഏത് നമുക്ക് അപ്ലയൻസിനും നമുക്ക് യൂസ് ചെയ്യാം. ഞാൻ ബൾബ് പെട്ടെന്ന് മനസ്സിലാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ചില കാര്യങ്ങൾ ഇവിടെ നിങ്ങൾക്ക് ക്ലിയർ ആവും. അതേപോലെ നേരത്തെ നമ്മൾ സംസാരിച്ചല്ലോ, P പ്രൊപ്പോർഷണൽ ടു 1/r, P പ്രൊപ്പോർഷണൽ ടു R, അതൊക്കെ നമുക്ക് ഇവിടുന്ന് മനസ്സിലാവും. സ്പെസിഫിക്കേഷൻ ഓഫ് എ ബൾബ്. സാധാരണഗതിയിൽ ബൾബിൽ നിങ്ങൾ കണ്ടില്ലേ, ഇതുപോലെ എഴുതിയിട്ടുണ്ടാവും 40 വാട്ട് 220 വോൾട്ട് എന്നൊക്കെ. ഇതിനെയാണ് നമ്മൾ റേറ്റഡ് പവർ എന്നാണ് ഇതിനെ പറയുക. ഇതിനെ റേറ്റഡ് വോൾട്ടേജ് എന്നാണ്. ഈ എഴുതിയതിൻ്റെ അർത്ഥം ഈ ബൾബ് 25 വാട്ട് പവർ കൺസ്യൂം ചെയ്യും എന്നല്ല. പകരം ആ ബൾബിന് അക്രോസിൽ 220 വോൾട്ട് അപ്ലൈ ചെയ്താൽ അത് 25 വാട്ട് കൺസ്യൂം ചെയ്യുന്നതാണ് അതിൻ്റെ അർത്ഥം. ഐ റിപ്പീറ്റ്, റേറ്റഡ് വോൾട്ടേജ് നിങ്ങൾ അതിൻ്റെ അക്രോസിൽ അപ്ലൈ ചെയ്താൽ ആ റേറ്റഡ് പവർ കൺസ്യൂം ചെയ്യും. അപ്പോൾ നിങ്ങൾ 220 അപ്ലൈ ചെയ്തില്ലെങ്കിലോ, അതിലും കുറവാണ് അപ്ലൈ ചെയ്തെങ്കിലോ 25 വാട്ടിലും കുറവായിരിക്കും അതിൻ്റെ കൺസ്യൂംഡ് പവർ. 220 അധികം നിങ്ങൾ അപ്ലൈ ചെയ്താലോ 25 വാട്ടിലാണ്ടിൽ അധികമായിരിക്കും അത് കൺസ്യൂം ചെയ്യുന്ന പവർ. പക്ഷേ അത് എത്ര നേരം തരുമെന്ന് പറയാൻ പറ്റില്ല, ഏത് സമയത്തും അത് ഡാമേജ് ആവാം. കാരണം സ്പെസിഫിക്കേഷൻ 220 വോൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് അപ്ലൈ ചെയ്യാവുന്ന പരമാവധി വോൾട്ടേജാണ് ഈ 220 വോൾട്ട് എന്ന് പറയുന്നത്. ഇനി നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ സ്പെസിഫിക്കേഷനിൽ നിന്നാണ് റെസിസ്റ്റൻസ് ഓഫ് ദ എക്യുപ്മെൻറ്റ് നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ R is equal to P rated divided by V's rated square. Sorry, തിരിച്ച് നമ്മൾ ഇക്വേഷൻ അതല്ലേ, P is equal to V square by R എന്നല്ലേ. അപ്പോൾ R is equal to V square, V rated square divided by P rated. ഞാൻ പറഞ്ഞു വരുന്നത്, ഇതിലൂടെ ആ ബൾബിൻ്റെ അക്രോസിൽ എത്ര വോൾട്ടേജ് അപ്ലൈ ചെയ്തു, അല്ലെങ്കിൽ അതിലൂടെ എത്ര കറണ്ടാണ് സെൻഡ് ചെയ്തത്, അതിനൊന്നും ആര് ഡിപ്പെൻഡ് ചെയ്യണില്ല, റെസിസ്റ്റൻസ് ഡിപ്പെൻഡ് ചെയ്യണില്ല. കാരണം ഇത് മാനുഫാക്ചറർ ഡിസൈൻ ചെയ്ത സാധനമാണ്. അപ്പോൾ അത് കിട്ടാൻ നിങ്ങൾക്ക് സ്പെസിഫിക്കേഷൻ കണ്ടാൽ മതി, നിങ്ങൾക്ക് എന്തിന് റെസിസ്റ്റൻസ് കണ്ടെത്താൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ ഇവിടുന്ന് നിങ്ങൾക്ക് ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായി, അതായത് പവർ നോക്കൂ, ഇവിടെ ഫ്രം ദിസ് റിലേഷൻ ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് R പ്രൊപ്പോർഷണൽ ടു 1/P rated. പവർ കൂടിയാക്ക് റെസിസ്റ്റൻസ് കുറവായില്ല. അപ്പോൾ നിങ്ങളോട് വളരെ ഡിറക്റ്റ് ആയിട്ട് നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിച്ചു, 25 വാട്ട് ബൾബിനാണോ 100 വാട്ട് ബൾബിനാണോ റെസിസ്റ്റൻസ് കൂടുതലെന്ന് ചോദിച്ചാൽ കൂടുതലൊന്നും ആലോചിക്കാനില്ല. ദ ലോ വാട്ടേജ്, ഇതിനെ നമ്മൾ പറഞ്ഞില്ലേ വാട്ടേജ് എന്നാണ്. വാട്ടേജ് എന്ന് പറഞ്ഞാൽ പവറാണ്, വോൾട്ടേജ് അല്ല കേട്ടോ, വാട്ടേജ്. അപ്പോൾ ലോ വാട്ടേജ് ബൾബിനായിരിക്കും റെസിസ്റ്റൻസ് കൂടുക. A low wattage bulb has high resistance. മനസ്സിലായോ?
ഓക്കെ, അപ്പോൾ അത് കണ്ടെത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ അതിലേക്ക് ശരിക്കും അപ്ലൈഡ് വോൾട്ടേജ് വേറെ സാധനമാണ്, ഇത് റേറ്റഡ് വോൾട്ടേജ് ആണ്. അപ്ലൈഡ് വോൾട്ടേജ് ഇത് റേറ്റഡ് പവറാണ്. റേറ്റഡ് പവറും കൺസ്യൂംഡ് പവറും രണ്ടും രണ്ടാണ്. മനസ്സിലായല്ലോ? ഇത് സ്പെസിഫിക്കേഷനിലുള്ള സാധനമാണ് നമ്മൾ ഈ പറഞ്ഞത്. ഇനി ശരിക്കും നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ഇപ്പോൾ 200 വോൾട്ട് ആണെങ്കിൽ അപ്പോഴത്തെ അത് പവർ കൺസ്യൂം ചെയ്യുന്നതിനെ നമ്മൾ കൺസ്യൂംഡ് പവർ എന്ന് വിളിക്കാം. ആ വോൾട്ടേജ് നമ്മൾ അപ്ലൈഡ് വോൾട്ടേജ് വിളിക്കും, അതിനെ കൺസ്യൂംഡ് പവർ എന്നും വിളിക്കും. അപ്പോൾ റെസിസ്റ്റൻസ് ക്യാൻ ബി കാൽക്കുലേറ്റഡ് ഫ്രം ദ സ്പെസിഫിക്കേഷൻ ഇറ്റ് സെൽഫ്. അതെങ്ങനെ എന്നുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. മനസ്സിലായല്ലോ? ആ പോയിന്റ് ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി നോക്കൂ, ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറേ പോയിന്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാൻ വേണ്ടിയിട്ട് 1 by 1 നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞ കാര്യം റെസിസ്റ്റൻസ് ഓഫ് ദ ബൾബ് R = V rated square divided by P rated. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് എന്ത് പറയാം? ലോ വാട്ടേജ് കേട്ടോ, വോൾട്ടേജ് അല്ല, വാട്ടേജ് പറഞ്ഞാൽ പവർ. ലോ റേറ്റഡ് പവറിനെ കുറിച്ചാണ്. ലോ വാട്ടേജ് ബൾബ് ഹാസ് ഹയർ റെസിസ്റ്റൻസ്. ഞാൻ പറഞ്ഞല്ലോ 40 വാട്ടിനാണോ 60 വാട്ടിനാണോ റെസിസ്റ്റൻസ് കൂടാന്ന് ചോദിച്ചാൽ ഒറ്റയടിക്ക് നമുക്ക് എന്ത് പറയാം? 40 വാട്ടിനാണെന്ന് പറയാം, അക്കോർഡിംഗ് ടു ദിസ് ഇക്വേഷൻ. ഇനി നമ്മളോട് ചോദിക്കുന്നൊരു ചോദ്യമാണ്, ഏത് ബൾബാണ് കൂടുതൽ വെളിച്ചം തരിക? വിച്ച് ബൾബ് വിൽ ഗ്ലോ മോർ ബ്രില്യൻ്റ്ലി? അതിന് ഡിറക്റ്റായിട്ട് നമുക്ക് പറയാവുന്ന ഒരു ഒറ്റ ആൻസർ എന്താ അറിയാം? ശരിക്കുള്ള അപ്പോൾ നിങ്ങൾ വിചാരിക്കണം പിന്നെ 40 വാട്ടിനാണോ 100 വാട്ടിനാണോ കൂടുതൽ വെളിച്ചം ഉണ്ടാവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 100 വാട്ടിനാണ്. ഇപ്പോൾ എന്താ ഇപ്പോഴത്തെ സംശയം എന്നാണ്? എപ്പോഴും 100 വാട്ടിനല്ല. മനസ്സിലായല്ലോ? എപ്പോഴും 100 വാട്ടിനല്ല. അതുകൊണ്ട് മനസ്സിലാക്കും, ദ ബൾബ് വിച്ച് കൺസ്യൂംസ് മോർ പവർ വിൽ ഗ്ലോ മോർ ബ്രില്യൻ്റ്ലി. 100 വാട്ടും 40 വാട്ടും 100 വാട്ടും ഇത് രണ്ടും എന്താണ്? റേറ്റഡ് പവറാണ്. റേറ്റഡ് പവർ അല്ല ബ്രില്യൻസ് തീരുമാനിക്കുന്നത്. പിന്നെ ആരാണ്? കൺസ്യൂംഡ് പവറാണ്. കൺസ്യൂംഡ് പവർ ആർക്കാണോ കൂടുതൽ അയാളായിരിക്കും കൂടുതൽ ബ്രില്യൻസ് തരിക. അവിടെയാണ് ഇനി നമ്മളെ പ്രശ്നം വരുന്നത്. നോക്കൂ, കൺസ്യൂംഡ് പവർ പറഞ്ഞാൽ എന്താ? P consumed is equal to V square applied divided by resistance equal to I square R. അതായത് V റേറ്റഡ് അല്ല, അപ്ലൈഡ്. P കൺസ്യൂംഡ് ആണ്. ഓക്കെ, ഇനിയാണ് നമ്മുടെ നേരത്തെ പ്രശ്നം വരുന്നത്. ഏത്? R P പ്രപ്പോർഷണൽ ടു R ആണോ P പ്രപ്പോർഷണൽ ടു 1/R ആണോ? അപ്പോൾ ഈ ഇക്വേഷൻ തന്നെ നോക്ക്, P പ്രപ്പോർഷണൽ ടു 1/R ഇവിടെ, P പ്രപ്പോർഷണൽ ടു R ഇവിടെ. ഇതിൽ ഏതാണ് എങ്ങനെ എടുക്കുക എന്നുള്ളതാണ് അടുത്ത പ്രശ്നം. നോക്കൂ, ഞാനിവിടെ ഇത് ഒരു ബൾബ്, ഇത് വേറെ ബൾബ്. ഇവിടെ നമ്മൾ 220 വോൾട്ട് അപ്ലൈ ചെയ്യുന്നതെന്ന് വിചാരിച്ചോളൂ. 220 വോൾട്ട്. ആ ബൾബ് B1, ഇവിടെ ഞാൻ ഇതിനെ പേരിട്ട് B2. ഇത് രണ്ടും എന്ത് കോമ്പിനേഷനാണ്? പാരലൽ കോമ്പിനേഷനാണ്. നിങ്ങൾക്കറിയാം, ഇത് രണ്ടും പാരലൽ കോമ്പിനേഷനിലാണ്. പാരലൽ കോമ്പിനേഷനിൽ നമ്മൾ പവറിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ആ പവർ ഈസ് ഈക്വൽ ടു V square by R എന്നുള്ളൊരു ഇക്വേഷൻ നമ്മുടെ കയ്യിലുണ്ട്. പവർ ഈസ് ഈക്വൽ ടു I square R എന്നുള്ളൊരു ഇക്വേഷൻ നമ്മുടെ കയ്യിലുണ്ട്. നമ്മളിവിടെ ഏത് ഇക്വേഷനാണ് അപ്ലൈ ചെയ്യുക എന്നുള്ളത് നോക്കാം. ഇതിൽ നോക്കൂ, ഇതിൽ ഇങ്ങനെ കറണ്ട് പോയി കഴിഞ്ഞാൽ ഇതിലൂടെ പോണ കറണ്ടാണോ ഇതിൽ കൂടെ പോവുക? അല്ല, റെസിസ്റ്റൻസിനനുസരിച്ചിട്ട്. അപ്പോൾ കറണ്ടിലൂടെ I കറണ്ട് ആണെങ്കിൽ ഇവിടെ I1 കറണ്ട്, I2 കറണ്ട് ഇതിൽ കൂടെ പോകുന്നു, I1 കറണ്ട് ഇതിൽ കൂടെ പോകുന്നു. അപ്പോൾ കറണ്ട് ഈ രണ്ടിലും എന്താണ്? ഡിഫറൻ്റ് ആണ്. അപ്പോൾ കറണ്ട് വെച്ചിട്ട് ഈ രണ്ട് ബൾബിൻ്റെയും കേസിൽ കോൺസ്റ്റൻ്റ് ആയി നിൽക്കുന്നത് കറണ്ട് അല്ല, പിന്നെ ആരാണ്? വോൾട്ടേജ്. അത് രണ്ടും പാരലൽ കോമ്പിനേഷനിലാണ്. 220 വോൾട്ട് ഇതാണെങ്കിൽ ഈ B2നെ ക്രോസിൽ എത്ര ഉണ്ടാവുക? 220 വോൾട്ട്. B1നെ ക്രോസിൽ എത്ര ഉണ്ടാവുക? 220 വോൾട്ട്. അതുകൊണ്ട് ഈ സന്ദർഭത്തിൽ നമ്മൾ എന്താ പറയുക? V കോൺസ്റ്റൻ്റ് ആണ്. V കോൺസ്റ്റൻ്റ് ആവുമ്പോഴാണ് P proportional to 1/R. At a constant voltage, power inversely proportional to resistance. ഇതെപ്പോഴാണ് നമ്മൾ പറയുക? I കോൺസ്റ്റൻ്റ് ആവുമ്പോഴാണ് P proportional to R. I കോൺസ്റ്റൻ്റ് ആവില്ല. എന്താ? ഈ രണ്ട് ബൾബ് നോക്കൂ, ഞാൻ ഇങ്ങനെയാണ് കണക്ട് ചെയ്തിരിക്കുക. ഇതൊരു ബൾബ്, ഇത് രണ്ടാമത്തെ ബൾബ്. എന്നിട്ട് ഈ രൂപത്തിലാണ് കണക്ഷൻ ഇരിക്കുക. ഉണ്ടോ? ഇങ്ങനെയാണെങ്കിൽ നോക്കൂ, ഇത് സീരീസ് കോമ്പിനേഷൻ ആണ്. അപ്പോൾ ഇതിലൂടെ പാസ് ചെയ്യുന്ന അതേ കറണ്ട് തന്നെയാണ് ഇതിൽ കൂടെ പാസ് ചെയ്യുക. അപ്പോൾ കറണ്ട് കോൺസ്റ്റൻ്റ് ആണ്. ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ? ഓക്കെ, അപ്പോൾ ഇനി ഇവിടെ നോക്കൂ, ഇൻ പാരലൽ കോമ്പിനേഷൻ ഓഫ് ബൾബ് വോൾട്ടേജ് അക്രോസ് ഈച്ച് ബൾബ് ഈസ് ദ സെയിം. കണ്ടോ? അപ്പോൾ നമ്മൾ ഈ ഇക്വേഷൻ അല്ലേ പിടിക്കുക, ഈ ഇക്വേഷനാണ് പിടിക്കുക. അപ്പോൾ P കൺസ്യൂംഡ് പ്രപ്പോർഷണൽ ടു 1/R. അപ്പോൾ ഇത് രണ്ടും ഒരുമിച്ച് നിങ്ങൾ പറയുന്നത് P പ്രപ്പോർഷണൽ ടു 1/R ആൻഡ് P പ്രപ്പോർഷണൽ ടു R അല്ല. P പ്രപ്പോർഷണൽ ടു 1/R ആണ് വെൻ വോൾട്ടേജ് ഈസ് കോൺസ്റ്റന്റ്. P പ്രപ്പോർഷണൽ ടു R ആണ് വെൻ I is a constant. യെസ്,
അപ്പോൾ നമുക്ക് ഇനി ഇവിടെ നമുക്ക് സംസാരിക്കാം. അപ്പോൾ ഓക്കെ, അപ്പോൾ അപ്പോൾ കൺസ്യൂംഡ് പവർ കൂടിയാക്കാണല്ലോ കൂടുതൽ ബ്രില്യൻസ് ഉണ്ടാകുക. കൺസ്യൂംഡ് പവർ ആയിരിക്കാം കൂടുക. പിന്നെ പാരലൽ കോമ്പിനേഷനിൽ റെസിസ്റ്റൻസ് കുറവുള്ളാക്കും. റെസിസ്റ്റൻസ് കുറവായിരിക്കാണ് ഹൈ വാട്ടേജ് ബൾബിന്. റേറ്റഡ് പവർ കൂടിയാക്ക് റെസിസ്റ്റൻസ് കുറയും, അയാൾ കൂടുതൽ പവർ കൺസ്യൂം ചെയ്യും. എവിടെ? പാരലൽ കോമ്പിനേഷനിൽ. അപ്പോൾ അയാൾ കൂടുതൽ ബ്രില്യൻസ് തരും. കഴിഞ്ഞു. അപ്പോൾ സിൻസ് ഹൈ വാട്ടേജ് ബൾബ് ഹാസ് ലോ റെസിസ്റ്റൻസ്, കൺസ്യൂംഡ് പവർ വിൽ ബി ഹൈ. എവിടെ? പാരലൽ കോമ്പിനേഷനിൽ. അപ്പോൾ പാരലൽ കോമ്പിനേഷനിൽ ഹൈ വാട്ടേജ് ബൾബ്. അപ്പോൾ നമ്മുടെ വീടുകളിലൊക്കെ ഉള്ള കണക്ഷന്, വീടുകളിൽ സ്കൂളുകളിലൊക്കെ ഉള്ള കണക്ഷൻ എന്താ? പാരലൽ കോമ്പിനേഷനാണ്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏത് ബൾബിനാണ് കൂടുതൽ ബ്രില്യൻസ് ഉണ്ടാവുക? 100 വാട്ടിനാണോ 40 വാട്ടിനാണോ? 100 വാട്ടിന്. കാരണം എന്താ? അത് പാരലൽ കോമ്പിനേഷനാണ്. പാരലൽ കോമ്പിനേഷനിൽ കൺസ്യൂംഡ് പവർ കൂടുതലായിരിക്കാം റെസിസ്റ്റൻസ് കുറവുള്ള ബൾബിന്. റെസിസ്റ്റൻസ് കുറവായിരിക്കാം ഉണ്ടാവുക ഹൈ വാട്ടേജ് ബൾബിന്. എന്നാൽ സീരീസ് കോമ്പിനേഷൻ നോക്കൂ. സീരീസ് കോമ്പിനേഷൻ ഓഫ് ബൾബിൽ കറണ്ട് ത്രൂ ഈച്ച് ബൾബ് സെയിം ആണ്. അപ്പോൾ നമ്മൾ ഏത് ഇക്വേഷനെ യൂസ് ചെയ്യുക? P = I²R. അപ്പോൾ I കോൺസ്റ്റന്റ്, അപ്പോൾ P കൺസ്യൂംഡ് പ്രൊപ്പോർഷണൽ ടു R. അപ്പോൾ ആരാ കൂടുതൽ ബ്രില്യൻസ് തരിക? റെസിസ്റ്റൻസ്. കൺസ്യൂംഡ് പവർ കൂടിയാൽ കൺസ്യൂംഡ് പവർ ആർക്കാ കൂടുക? റെസിസ്റ്റൻസ് കൂടിയാക്ക്. റെസിസ്റ്റൻസ് ആർക്കാ കൂടുക? ലോ വാട്ടേജ് ബൾബിന്. അപ്പം ലോ വാട്ടേജ് ബൾബാണ് സീരീസ് കോമ്പിനേഷനിൽ ബ്രില്യൻസ് കൂടുതൽ തരിക. അപ്പോൾ ഇൻ സീരീസ് കോമ്പിനേഷൻ ഓഫ് ബൾബ്സ് എ ലോ വാട്ടേജ് ബൾബ് സീരീസ് കോമ്പിനേഷൻ ലോ വാട്ടേജ് ബൾബ് ഗ്ലോസ് മോർ ബ്രില്യൻ്റ്ലി. മക്കളെ മനസ്സിലായോ? സിമ്പിൾ കാര്യമില്ല ഇത് പ്രശ്നമൊന്നുമില്ലല്ലോ, ഈസി അല്ലേ? നോക്കൂ, ഇൻ സീരീസ് ഇത് ഞാൻ ബൾബിൻ്റെ കേസ്, ബൾബിന് മാത്രമല്ല ഇത് എല്ലാ അപ്ലയൻസിനും അപ്ലൈ ചെയ്യാം. നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് ബൾബിൻ്റെ കേസ് നമ്മൾ എടുത്ത് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ആ പറഞ്ഞതിന് നിങ്ങൾക്ക് ഇതൊക്കെ ഇനി മനസ്സിലാകാൻ പ്രയാസമുള്ള കുട്ടികൾക്ക് നേരിട്ട് മനസ്സിലാക്കാവുന്ന എല്ലാവർക്കും അറിയില്ലേ 100 വാട്ടിനാണോ 40 വാട്ടിനാണോ നമ്മൾ വീട്ടിൽ കത്തിച്ചാൽ ആർക്കാണ് കൂടുതൽ വെളിച്ചുണ്ടാവുക? 100ന്. അതിന് കാരണം എന്താ? അത് പാരലൽ കോമ്പിനേഷനാണ്. അപ്പോൾ പാരലൽ കോമ്പിനേഷനിൽ എപ്പോഴും ബ്രില്യൻസ് കൂടുതൽ തരില്ല ആർക്കാ? ഹൈ വാട്ടേജ് ബൾബ്. ഇറ്റ്സ് എ ഫാക്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണത്. അപ്പോൾ നേരെ വിപരീതമാണ് സീരീസ് കോമ്പിനേഷനിൽ നിന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇതെല്ലാം കൂടി കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമുക്ക് ആൻസർ പറയാൻ കഴിയില്ലല്ലോ. അപ്പോൾ നമ്മൾ ആൻസർ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? അല്ലെങ്കിൽ ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത് ഓർത്ത് വെക്കാം. ഇൻ സീരീസ് കോമ്പിനേഷൻ ഓഫ് ബൾബ്സ് ലോ വാട്ടേജ് ബൾബ് കൺസ്യൂംസ് മോർ പവർ ആൻഡ് ഹെൻസ് ഗ്ലോ മോർ ബ്രില്യൻ്റ്ലി. In parallel combination of bulb, high wattage bulb consumes more power and hence glow more brilliantly. നമ്മളെ ഹൗസ് ഹോൾഡ് വയറിംഗ് ഒക്കെ എന്ത് കോമ്പിനേഷനാണ് അല്ലേ? ഹോം അപ്ലയൻസസ് ആർ കണക്റ്റഡ് ഇൻ പാരലൽ. വീട്ടിൽ നമ്മൾ പാരലൽ കണക്ഷൻ എല്ലാന്നുണ്ടെങ്കിലും ഒക്കെ പ്രശ്നമല്ലേ? കാരണം സീരീസിൽ ഇങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആകെ 220 വോൾട്ട് അപ്ലൈ ചെയ്താൽ അത് ഓരോന്നിൻ്റെ അക്രോസിൽ ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് പോകുമ്പോൾ ഓരോ ഡിവൈസിനും 220 കിട്ടില്ല ഒന്ന്. പിന്നെ ഇടയിൽ ഏതെങ്കിലും ഒരു ബൾബാണ് ഫ്യൂസ് ആയി കഴിഞ്ഞാലോ പിന്നെ സർക്യൂട്ട് ബ്രേക്ക് ആയി, പിന്നെ വേറെ ഒന്നും കത്തൂല. ഇപ്പം നമ്മുടെ വീട്ടിൽ ഏത് ഒരു ബൾബ് പോയാൽ ആ ബൾബ് മാത്രമേ ഗ്ലോ ചെയ്യാതെക്കുള്ളൂ, ബാക്കിയുള്ളവരൊന്നും അത് ബാധിക്കില്ല. അതെന്തുകൊണ്ടാണ്? അത് പാരലൽ കോമ്പിനേഷൻ ആയതുകൊണ്ടാണ്. ഓക്കെ, ലാസ്റ്റിൽ നോക്കൂ. ഇവിടെ നമുക്ക് ഒരൊറ്റ കാര്യം കൂടെ നമുക്ക് സൂചിപ്പിക്കാനുണ്ട്. നമ്മൾ ജസ്റ്റ് ഒന്ന് ഐഡിയ ഉണ്ടായാൽ മതി കേട്ടോ, വളരെ ഇമ്പോർട്ടൻ്റ് ഒന്നല്ല. നമ്മൾ ആപ്ലിക്കേഷൻസ് ഓഫ് ഹീറ്റിംഗ് ഇഫക്റ്റ് ആണ്. അതായത് നമ്മൾ ഇലക്ട്രിക് ഹീറ്റർ ഇല്ലേ, ഹീറ്റർ, കെറ്റിലൊക്കെ പറഞ്ഞാൽ ദ ഹീറ്റിംഗ് എലിമെൻറ്റ് യൂസ്ഡ് ഇൻ ഡിവൈസസ് സച്ച് എസ് ഇലക്ട്രിക് ഹീറ്റർ, ഇലക്ട്രിക് ടോസ്റ്റർ, കെറ്റിൽ ആർ മെയ്ഡ് ഓഫ് നിക്രോം ആണ് അതിന് യൂസ് ചെയ്യുക. ഏതാ യൂസ് ചെയ്യുക? നിക്രോമിലെ നമ്മൾ അയൺ ബോക്സിൽ മറ്റേതിൽ അതുപോലെ കെറ്റിലൊക്കെ എന്താ പ്രശ്നം? അങ്ങനെ യൂസ് ചെയ്യണമെങ്കിൽ മെൽറ്റിംഗ് പോയിന്റ് ഭയങ്കര ഹൈ ആയിരിക്കണം, ഹൈ മെൽറ്റിംഗ് പോയിന്റ്. ചൂടാകുമ്പോഴത്തേനാണ് ഉരുകി കഴിഞ്ഞാൽ പിന്നെ പരിപാടി നടക്കുമോ? അത് പറ്റില്ലല്ലോ. അപ്പോൾ ഹൈ മെൽറ്റിംഗ് പോയിന്റ്, അവരുടെ റെസിസ്റ്റിവിറ്റി ലാർജാണ്. പിന്നെന്താണ്? ഇറ്റ് ഈസ് നോട്ട് ഈസിലി ഓക്സിഡൈസ്ഡ് ബൈ ഓക്സിജൻ ഓഫ് എയർ വെൻ ഹീറ്റഡ്. ഓക്കെ, ഈ 2 പോയിന്റ് ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷേ ഇത് രണ്ടും നിങ്ങൾ ഫോക്കസ് ചെയ്താൽ മതി. അതുപോലെ തന്നെ മറ്റൊന്നാണ് നമ്മുടെ ഇൻകാൻഡസെൻ്റ് ബൾബ്, ഇലക്ട്രിക് ബൾബിൽ ഫിലമെൻ്റ് ഉണ്ടാക്കൽ എന്തുകൊണ്ടാണ്? ഫിലമെൻ്റ് എന്തുകൊണ്ടാണ് ഉണ്ടാക്കൽ അറിയില്ലേ? ടെങ്സ്റ്റൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ? ഹൈ മെൽറ്റിംഗ് പോയിന്റ് ആണ്. ഹൈ മെൽറ്റിംഗ് പോയിന്റ് 3380 ഡിഗ്രിയാണ്. അപ്പോൾ ഫിലമെൻറ്റിന് ഹൈ റെസിസ്റ്റിവിറ്റിയാണ്, അതിന് ഹൈ മെൽറ്റിംഗ് പോയിൻ്റാണ്, ഹൈ മെൽറ്റിംഗ് പോയിന്റ്. ദെൻ ഫ്യൂസ് വയർ നിങ്ങൾക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ളതാണ്. ഫ്യൂസ് വയർ അല്ലേ? നമ്മൾ ഫ്യൂസ് പോവുക എന്നൊക്കെ പറയില്ലേ? ഫ്യൂസ് പോവുക എന്നൊക്കെ പറഞ്ഞാൽ ഫ്യൂസ് എന്തിനാ? സേഫ്റ്റി ഫ്യൂസ് എന്ന പേരെന്നെ, നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഇന്നേ വരെ ആരെങ്കിലും പറഞ്ഞോ ഫ്യൂസ് പോകുമ്പോൾ ഹൗ രക്ഷപ്പെട്ട് ഫ്യൂസ് ചെയ്യും? എല്ലാവരും എന്താ പറയല്?
പോയി എന്ന് പറയാം. എന്നിട്ട് ആരെയും ഫ്യൂസ് കെട്ടാൻ പോകണമെങ്കിൽ അവനെ നമ്മൾ ഉപദേശിക്കുകയും ചെയ്യും, നല്ല മുറുക്കി കെട്ടിക്കാട്ടോ നീ പോകരുത്. അപ്പോൾ അവനെന്താ ചെയ്യുക, നല്ല 2-3 വയറൊക്കെ കൂട്ടി പിടിച്ചൊക്കെ കിട്ടും. പിന്നെ ഫ്യൂസ് പോവില്ല. പിന്നെ ലൈനിൽ ഓവർ വോൾട്ടേജ് എന്നാൽ നേരെ ഫ്രിഡ്ജ് പോവും, ടി വി പോവും, കമ്പ്യൂട്ടർ പോവും, ഈ രൂപത്തിലാണ് പോവുക. ലൈനിൽ ഓവർ വോൾട്ടേജ് വരുമ്പോൾ ആ വയർ മെൽറ്റ് ചെയ്തിട്ട് നമ്മളെ സ്വയം രക്ഷിക്കുക. ഇന്നിപ്പോൾ പ്രശ്നമില്ല, നമ്മൾ വീട്ടിലൊക്കെ ബ്രേക്കറൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് റെസിസ്റ്റിവിറ്റി ലാർജാണ്, മെൽറ്റിംഗ് പോയിന്റ് ലോ ആയിരിക്കണം. ഏറ്റവും ഐഡിയൽ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ടിന്ന് ലെഡ് കോമ്പിനേഷനാണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ടിൻ എന്താ ഫ്യൂസ് വയറിലുള്ളതാണ് 63% ലെഡ് 37. നോട്ട് മച്ച് ഇമ്പോർട്ടൻറ്റ് ഫോർ യു കേട്ടോ. ഞാൻ അതിൻ്റെ കംപ്ലീഷന് വേണ്ടിയിട്ട് അതും കൂടെ പറഞ്ഞെന്ന് മാത്രം. ഓക്കെ, അപ്പോൾ നന്നായിട്ട് പഠിക്കുക, പ്രാക്ടീസ് ചെയ്യൂ. താങ്ക് യു.